Hi friends, welcome to Mindful Cooking at Geeta's Kitchen. Today, let's make vattakozhambu and fresh orange pickle. Thank you for all the support. Thank you for watching. If you are a non-Malayali viewer, please use the subtitles. I'm going to cook these items with my husband. Let's see how it comes out and how he is helping me and criticizing me or advising me. It is fun to watch him doing that. Thank you. Please remember to subscribe, comment, like, and share the video. Thank you for all the support. ഉള്ളി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വത്തൽ കുഴമ്പാണ് ഉണ്ടാക്കുന്നത്. വത്തൽ എന്ന് പറഞ്ഞാല് തമിഴില് കൊണ്ടാട്ടമാണ്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചൊരു പ്രപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചുണ്ടങ്ങയുടെ കൊണ്ടാട്ടം എടുത്തിട്ടുണ്ട്. കുറച്ചൊരു കയപ്പക്കയുടെ കൊണ്ടാട്ടം എടുത്തിട്ടുണ്ട്. ഇല്ല, കുഴപ്പമില്ല. ഞാന് നല്ലെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടുക് ചിന്നിപ്പോയി. കടുക് ചിന്നിയ കലഹം എന്നാണ് പറയുക. അപ്പൊ എന്തായാലും നമുക്ക് വേറെ കടുക് എടുക്കാം. ഇന്നത്തെ ഒരു കലഹം കഴിഞ്ഞതാണ്. ഇനിയിപ്പോ എന്ത് കലഹാണോ ഉണ്ടാക്കാൻ പോണെ. കടുക് ചിന്നിയ കലഹം എന്നാണ് പറയുക. അപ്പൊ ഞാൻ ഈ കടുക് കളഞ്ഞിട്ട് വേറെ കടുക് എടുക്കാൻ പോവാണ്. കടുക് ചിന്നാൻ പാടില്ല എന്നാ പറയുക. കുഴപ്പമില്ല. എന്തായാലും ഞാനൊരു ഏകദേശം ഒരു ടീസ്പൂൺ കടുക് ഇട്ടു. സാധാരണ നമ്മള് ഇതിനൊക്കെ വറവിടുന്ന മാതിരി തന്നെ കടുക് ഇട്ട് പൊട്ടി കഴിഞ്ഞിട്ട് കടുക് പൊട്ടിയപ്പോ ഇവിടെ മുഴുവനാവും. കവറിട്ടു കുറച്ചൊരു ചെറുതായിട്ട് ഉണങ്ങി. നമ്മുടെ എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്താണ്. അപ്പൊ ഈ പുകയൊക്കെ അങ്ങോട്ട് പോവല്ലോ. കടുകിട്ട് പൊട്ടിയിട്ട് ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് ഞാനൊരു കുറച്ച് ഉലുവ ഇടുകയാണ്. അപ്പൊ ഇത് ഇപ്പം ഞാൻ പണ്ട് ചെറുതാവുമ്പോ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു മാമിയുടെ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശില്പ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അവരെ വീട്ടിൽ ചെന്നപ്പോ വീണ്ടും ഇത് കഴിച്ചു. അപ്പോ ശില്പഭാവം ഒക്കെ ടൈപ്പ് ചെയ്ത് എനിക്ക് റെസിപ്പിയൊക്കെ തന്നതായിരുന്നു. പക്ഷെ അതൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ ഞാൻ ഏകദേശം ഒരു ഊഹം വെച്ച് ചെയ്യാണ്. അപ്പൊ കടുകിട്ട് പൊട്ടി. എന്നിട്ട് ഞാൻ ഉലുവ ഇട്ടു. ഉലുവ ഇന്ന് ബ്രൗൺ ആയപ്പോ കടലപ്പരിപ്പ് ഇട്ടു. ഏകദേശം ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ടു. ഇനി ഞാൻ മുളക് ഇടുകയാണ്. ചുമന്ന മുളക്, വറ്റൽ മുളക് ഇടുകയാണ്. വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇനി കൊണ്ടാട്ടങ്ങള്, നിങ്ങൾക്ക് വേണമെങ്കിൽ മരത്തക്കാളിയുടെ കൊണ്ടാട്ടം ഉണ്ടെങ്കിൽ ഇടാം. എനിക്ക് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് രവി മരത്തക്കാളി തന്നതായിരുന്നു. പക്ഷെ അതിപ്പോ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ ഞാൻ ചുണ്ടങ്ങയുടെ കൊണ്ടാട്ടവും കുറച്ചൊരു ചുണ്ടങ്ങയുടെ കൊണ്ടാട്ടവും പിന്നെ കുറച്ച് കയപ്പക്കയുടെ കൊണ്ടാട്ടം പണ്ട് സോമേട്ടിന്റെ അമ്മ ഉണക്കി തന്നതാണ്. അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. നിൽക്കും. കൊണ്ടാട്ടം നന്നായിട്ട് അതെ ഈർപ്പൊക്കെ കളഞ്ഞതായതുകൊണ്ട് നന്നായിട്ട് നിൽക്കും. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഉണ്ണിയേട്ടൻ്റെ ഫാമിലുണ്ടായ ചെറിയ കയപ്പക്കയാണ്. അപ്പം ഞാൻ ഉലുവ ഇട്ടു. പിന്നെ കടലപ്പരിപ്പ് ഇട്ടു. പിന്നെ കൊണ്ടാട്ടവും ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് കുഞ്ഞ് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം 1.5 കപ്പ് ഉള്ളി അരിഞ്ഞതുണ്ട്. ഞാൻ അത് ചേർക്കാൻ പോവുകയാണ്. കുറച്ച് കറിവേപ്പില ഇടാം.
നമ്മളെ പുളി ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള പൊടികളൊക്കെ ഞാൻ ഈ വറവിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ വിചാരിക്കുകയാണ്. കൊണ്ടാട്ടം വറുത്ത് കൊണ്ടാട്ടം ഉണങ്ങിയതാണ്, പിന്നെ വറുത്ത് കഴിഞ്ഞു. പിന്നെ ഈ ഉള്ളിയുടെ കിടന്ന് വഴറ്റി കഴിഞ്ഞാൽ അതൊന്ന് സോഫ്റ്റ് ആവും ചെയ്യും. അപ്പം ഇതിലൊരു കയ്പ്പുണ്ടാവും, പിന്നെ ഉള്ളിയുടെ സ്വാദ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇനി പൊടികൾ ചേർക്കുന്നുണ്ട്. ഉലുവ ചേർത്തിട്ടുണ്ട്, ഉലുവയും കടലപ്പരിപ്പും കടുകും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഡിന്നറാണെന്ന് ചോറ് വെച്ചിട്ടുണ്ട്. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എക്സോസ്റ്റ് കൂടി, ചൂടിനനുസരിച്ച് എക്സോസ്റ്റ് ശരിയാക്കി വിട്ട് കൊടുക്കുകയാണ്. ഞാൻ റെസിപ്പിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശില്പ ലാസ് വേഗസിലാണ്, അപ്പം എനിക്ക് വിളിക്കാനൊന്നും പറ്റിയില്ല. ഒരു ടൂറ് പോയതാണ്. അത് തളച്ചിട്ടുണ്ട്. പുളി ഒന്ന് വേവണം. പുളി നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് വേവണം. അപ്പോഴേക്കും ഇതെല്ലാം വഴറ്റി കഴിഞ്ഞ് നമുക്കിടാം. ഏകദേശം ഒരു ടീസ്പൂൺ, നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. ഞാൻ മുളക് പൊടി ചേർത്തിട്ട് ഏകദേശം ഒരു ടീസ്പൂൺ. അല്ലെങ്കിൽ കരിഞ്ഞു പോകണ്ട വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കായപ്പൊടി ഇടാൻ പോവാണ്. ഏകദേശം ഒരു ടീസ്പൂൺ കായപ്പൊടി. ശർക്കര അവസാനം ചേർക്കാം. അതൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഉലുവയും കായവും പിന്നെ ഉള്ളിയും എല്ലാം കൂടി നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു കൊഴുപ്പിനാണ്, വീട്ടിൽ പൊടിച്ചതാണ്, കുറച്ച് സാമ്പാർ പൊടി ഇടുന്നുണ്ട് ഞാൻ. ഏകദേശം ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി, 1.5 ടീസ്പൂൺ ഉണ്ടാവും സാമ്പാർ പൊടി ഇട്ടു. അല്ലെങ്കിൽ പിന്നെ ഇതിൽ നമ്മൾ ഇതൊന്നും ചേർക്കണില്ല, അരച്ചൊഴിക്കണമൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്തത്. എൻ്റെ ബാക്കാണോ ആ വലിയ ഷോട്ടിൽ കാണുന്നത്? ഞാൻ ആ ക്യാമറയിൽ നോക്കിയിട്ടല്ല പറയണത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. കുഴഞ്ഞു, കുറച്ച് ക്വാണ്ടിറ്റിയും കുറഞ്ഞു ഒക്കെ ഇതാക്കി. അപ്പൊ ആ പൊടികളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. പുളി തിളയ്ക്കുന്നുണ്ട്. ഇനി ഞാനിത് പുളിയിലേക്ക്, ആ പുളിവെള്ളത്തിലേക്ക് ഇത് ചേർത്തിട്ട് അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. ഇന്നിപ്പോ ചോറും പിന്നെ ഈ വറ്റക്കുഴമ്പും പിന്നെ ഇവിടുന്ന് ഞങ്ങളെ ഗാർഡനിന്ന് ബീറ്റ്റൂട്ടിന്റെ ഇല പറിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ തോരനാണ് ഉണ്ടാക്കുന്നത്. ബീറ്റ്റൂട്ടിന്റെ ഇല പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ തോരനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ പൊടികളൊക്കെ ഇന്ന് വെന്തുണ്ടാവും. ഞാൻ തീ അണയ്ക്കാൻ പോവാണ്. ഇപ്പൊ നമ്മളെ കൂട്ടാൻ ഒരുവിധം റെഡിയായി. നമ്മൾ വറവും ഇട്ടു, പിന്നെ കൊണ്ടാട്ടത്തിന്റെ ഇട്ടു. ഇനിയിപ്പോ ആ പുളി കിടന്നിട്ട് പുളി ഒന്ന് കുറുകണം, അത്രേ ഉള്ളൂ. പുളിവെള്ളം കുറച്ചുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പുളിയുടെ. ഇനിയിപ്പോ വേണ്ടത് നമുക്ക് ശർക്കര അവസാനം ചേർക്കും. ഞാന് അത് ഇതെടുത്തിട്ട് എനിക്ക് അതിലേക്ക് ഇടണം. ഇനി ആ പുളിയിൽ കിടന്നിട്ട് ഇതൊന്ന് ആ സ്വാദൊക്കെ പുളിവെള്ളത്തിലേക്ക് പിടിച്ച് പുളിവെള്ളം ഒന്ന് കുറുകണം.
എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ വത്തക്കുഴമ്പ് കഴിച്ചതിൽ ഉള്ളിയൊന്നും ഇടില്ല. അവർ വെറും ചുണ്ടങ്ങയുടെ കൊണ്ടാട്ടവും മരത്തക്കാളിയുടെ കൊണ്ടാട്ടവും ഒക്കെ ഇട്ടു എന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, ആ ചട്ടുകത്തിന്റെ പിന്നിലൊക്കെ ഉണ്ട് കേട്ടോ. അതിലുണ്ടാവും. ഇത് ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഇടയിൽ ചുണ്ടങ്ങിയുടെ ഒക്കെ കയ്പും ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ശർക്കര ചേർക്കാം. 1 ടീസ്പൂൺ ശർക്കര, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി. ഒന്ന് കുറുകി കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കരയും കൂടി ചേർത്താൽ കറി റെഡി ചെയ്യും. ഞാൻ ഒരു ഏകദേശം 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഉണ്ടാവുന്നത് ഞാൻ ശർക്കര ഇട്ടു. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു ബാലൻസ്, പുളിയും മധുരവും ഉപ്പും എരിവും ഒക്കെ കൂടി നല്ലൊരു ചെറിയൊരു കയ്പും ഉണ്ടാവും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല എരിവും ഉണ്ട്, പുളിയും ഉണ്ട്, ചെറിയൊരു കയ്പും ഉണ്ട്. അസലായിട്ടുണ്ട്. നല്ല കറിയായി വന്നിട്ടുണ്ട്. മധുരവും കുറച്ച് ചേർത്തു. ഇപ്പൊ നമ്മളെ കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. പുളിയൊക്കെ വെന്തു തോന്നുന്നുണ്ട്. സോയിട്ടൊന്ന് കഴിച്ചു. അതെന്താ വെച്ചാൽ നമ്മള് കുറച്ച് സാമ്പാർ പൊടി ഇട്ടുണ്ട്. അപ്പൊ അത് കൊഴുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കൂ. കുറച്ചിട്ട് ക്വാളിറ്റി അഷ്വറൻസ് ടെസ്റ്റ് ചെയ്തിട്ട് ചൂടുണ്ടാവും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞോളൂ. മധുരം ഒപ്പം എന്തെങ്കിലും കൺസിസ്റ്റൻസി ആയിട്ട് അത് കുറച്ചും കൂടെ തിളയ്ക്കണം. അപ്പൊ നന്നായി തിളച്ചാലുള്ള ആ വെള്ളത്തിന്റെ അതുണ്ടല്ലോ സ്വാദ്, അത് പോയിട്ട് നമുക്ക് ആ അതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസിന്റെ സ്വാദ് കിട്ടും. അതിന് ഒന്നുകൂടെ തിളയ്ക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. മധുരം ഇടണോ? ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടിട്ടോളൂ. ഞാൻ ഇത്രയും കൂടി ശർക്കര ഇടുന്നുണ്ട്. നല്ല എരിവുണ്ട് തോന്നുന്നു അല്ലേ? എരിവുണ്ട്. ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ സാമ്പാർ പൊടിയിലുള്ളതും ഉണ്ട്. തൽക്കാലം ഇപ്പൊ ശർക്കര അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇതൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഇരിക്കണം തോന്നുന്നു അല്ലേ? ഇരുന്നിട്ട് അതൊന്ന് എന്താ പറയാ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ആവണം. എന്നാലും ശരിക്കും എന്നാലും അതിന്റെ ടേസ്റ്റ് ശരിക്കും വരും. ഇനി അടുത്ത പരിപാടി നമുക്ക് ഇല കട്ട് ചെയ്യാം അല്ലേ? ഞാൻ കട്ട് ചെയ്ത് തരാം. ഇത് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പം നല്ല ചോറിന്റെ കൂടെ ഒരു തോരനും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉഗ്രനായിരിക്കും കഴിക്കാൻ. നല്ല പുളിയും എരിവും ഉപ്പും മധുരവും ഒക്കെ ഉണ്ട്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും. ചോറുണ്ടാക്കുന്നുണ്ട്. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഞാൻ എന്താ വെച്ചാല് ഇതിന്റെ ബീട്രൂട്ടിന്റെ ഇലയാണത്. അത് അരിയാണ്. അത് നമുക്ക് ഉപ്പേരി നല്ല ഉഗ്ര സാധനമായിരിക്കും. ഇത് നമ്മുടെ ബാക്ക് യാർഡിൽ ഉണ്ടായതാണ്. ധാരാളം ഉണ്ടായിരുന്നു. തോരനുണ്ടാക്കുക സാധാരണ തോരൻ കെട്ടണ മാതിരി തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഇലകളും കൂടിയിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നത്. അത് അരിയണപ്പോ അതിന്റെ തണ്ടും എല്ലാം എടുത്തിട്ടുണ്ട്. ഇലയുടെ തണ്ടും ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ഇളയ വേണം കേട്ടോ. മൂത്ത ഇല എടുത്താൽ ശരിയാവില്ല. ഇളയ ഇല വേണം. അതിപ്പോ ഇവിടെ നമ്മള് വിന്റർ കഴിഞ്ഞു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ധാരാളം നല്ല ഇളയ ഇലകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോ കുറച്ചു മുന്നേ പോയി പറിച്ചത് അതൊക്കെ.
ഒക്കെ നന്നായി കുറഞ്ഞു. ഞാൻ വെറുതെ അടച്ചു വെച്ചിട്ടേ ഉള്ളൂ ചെറിയ തീയിൽ. ചീരയൊക്കെ കണ്ടോ അപ്പം നന്നായിട്ട് കുറഞ്ഞു. ഇനിയിപ്പോൾ ആ മഞ്ഞളൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി. ഇതൊക്കെ ഓരോ ടിപ്പാണ്. കാരണം നമ്മൾ ചീര അധികമായി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സോമേട്ടൻ എന്നോട് ഫ്രീസ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചീരയൊക്കെ ഇങ്ങനെ ഒന്നിങ്ങോട്ട് വാടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കുറയും. ചീരയല്ല കേട്ടോ, ഇത് ബീറ്റ്റൂട്ടിൻ്റെ ഇലയാണ്. അത് അടച്ചു വെച്ചതുകൊണ്ട് വന്ന വെള്ളമാണ്. പിന്നെ അതിലുള്ള വെള്ളം ഉണ്ടാവും, പക്ഷെ അത് കുഴപ്പമില്ല. അതൊന്ന് എന്തായാലും ഈ ബീറ്റ്റൂട്ടിൻ്റെ ഇലയ്ക്ക് ഒരു ചെറിയൊരു വേവുണ്ട്. ചീര മാതിരിയല്ല, അതിൻ്റെ തണ്ടും കൂടി ഇട്ടതുകൊണ്ട് ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഉപ്പിടാം. ഉപ്പിട്ട് പിന്നെ കുറച്ച് നാളികേരും ആയിക്കഴിഞ്ഞാൽ നമ്മൾ വറവിട്ടതാണ്. ഞാൻ ആദ്യം കടുകും മുളകും ഞാൻ ഉഴുന്നുപരിപ്പായിട്ടത്. അരി വറുത്തിട്ടാലും നന്നായിരിക്കും. ഇപ്പം ഇതിപ്പോൾ ഒന്നിങ്ങനെ താണു നന്നായിട്ട്. അപ്പം മഞ്ഞളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പം ഒന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ചേർക്കാം. ഇപ്പം ഇത് രണ്ടുപേരും കൂടി ചെയ്തതുകൊണ്ട് ഏകദേശം 1 മണിക്കൂറിൽ നമുക്ക് ചോറായി കഴിഞ്ഞു. ചോറും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വത്തൽ കുഴമ്പ് ഉണ്ടാക്കി, പിന്നെ ഉപ്പേരി ഉണ്ടാക്കി, ഉപ്പിലിട്ടതും ഉണ്ടാക്കി, പിന്നെ പപ്പടും. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കേ വേണ്ടു. ഇവിടെ 7 മണി ആവാറായി. ഞാനൊന്ന് മേല് കഴുകി വന്നു. ഇനിയിപ്പം ഭക്ഷണം കഴിക്കും. അപ്പം ഇതൊരു ടീം വർക്കാണ്. അപ്പം എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് രണ്ടുപേരും കൂടി ചെയ്യേ. ആരെങ്കിലും കൂടി ചെയ്യുകയാണെങ്കിൽ രസമാണ്. ഇതിലുള്ള ഈ വെള്ളം മുഴുവൻ വറ്റണോ ഗീത? അതിപ്പോ വറ്റിക്കില്ല, പെട്ടെന്ന് വറ്റും. വേണ്ട വേണ്ട, അടച്ചു വെക്കുമ്പോൾ കൂടുതൽ വെള്ളമാവും. അത് കുറച്ച് നേരം അധികം അടച്ചു വെച്ചതുകൊണ്ടാണ് അതിൽ അത്രയും വെള്ളം വന്നത്. ഇനിയിപ്പോൾ അടച്ചു വെക്കണ്ട, പെട്ടെന്നാവും അത്. ഞാൻ തീ കൂട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ തോരൻ. അപ്പം അതിൽ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ചു. അപ്പം നിങ്ങൾക്ക് കാണാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. വെള്ളമൊന്നും എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല, അതിൽ തന്നെ വറ്റി. ഇനി ഞാൻ കുറച്ച് നാളികേരം ചിരകിയത് അതിൻ്റെ മേലേക്ക് ഇടാൻ പോകും. നാളികേരം ചിരകിയത് എത്ര വേണമെങ്കിൽ ഇടാത്തുള്ളൂ, പക്ഷെ ഒരുപാട് ഇട്ടാൽ വേണ്ട. നാളികേരം എണ്ണയൊക്കെ കുറയ്ക്കണം ഇപ്പോൾ. നല്ലോണം കുറച്ച് അരി വറവിട്ടാലും നന്നായിരിക്കും. പക്ഷെ ഇത് ഞാൻ ആദ്യം വറവിട്ടതുകൊണ്ട് കടുകും ഉഴുന്നുപരിപ്പും മുളകുമാണ് ഇട്ടുള്ളൂ. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ട് ഒരു പപ്പടം വെച്ചിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരു ടിഷ്യൂം കൂടി വെച്ച്, അപ്പം ഒരു മേലെ ഒരു ടിഷ്യൂം കൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് വെച്ച് നോക്കാം. നോക്കട്ടെ. പപ്പടത്തിന്റെ 1 മിനിറ്റാണ് വെച്ചത്. ഇതാ പപ്പടം റെഡി. കുറച്ച് കരിഞ്ഞിട്ടുണ്ടല്ലേ. ഇനി അടുത്ത പ്രാവശ്യം വെക്കുമ്പോ വേണമെങ്കിൽ 50 സെക്കൻഡ് വെച്ചാൽ മതി. കാരണം മൈക്രോവേവ് ഓൾറെഡി ചെറുതായിട്ട് ചൂടുണ്ട്. അപ്പൊ ഞാൻ 50 സെക്കൻഡാണ് വെക്കുന്നത്. അടുത്ത പപ്പടം റെഡിയാണ്. 2 പപ്പടേ ഉള്ളൂ. ഒന്ന് മക്കളൊന്നും ഇല്ല വീട്ടിൽ, അപ്പോൾ ഞങ്ങൾ രണ്ടാളും തന്നെ ഉള്ളൂ. അപ്പോൾ അതാ പപ്പടം റെഡി. ഇന്നുള്ളതാണ്. 2 കപ്പ് അരിയാണ് എടുത്തത്. വെള്ളത്തിലിട്ട് വാർക്കുകയാണ് ചെയ്യാറ്. അപ്പം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് ഒരു 20 മിനിറ്റ് ടൈമർ വെക്കും. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചോറ് വെന്തുണ്ടാവും. സോനാ മസൂരിയാണ് കേട്ടോ എടുത്തത്, നമ്മുടെ നാടൻ കുത്തരിയല്ല. കുത്തരിയാണെങ്കിൽ എനിക്ക് കുറേയും കൂടിയും അധികം സമയം വേണം. അത് വേഗമാവാൻ വേണ്ടിയിട്ട് ഞാൻ സോനാ മസൂരിയാണ് എടുത്തത്.
ഉപ്പിലിട്ട് ഉണ്ടാക്കാം. വീട്ടിലുണ്ടായ ഓറഞ്ചാണ്, പക്ഷെ ഭയങ്കര പുളിയുണ്ട്. അപ്പം അത് വെയിലാവുമ്പോഴേ ഇനിയിപ്പോൾ മധുരമൊക്കെ ആവുള്ളൂ. പക്ഷെ അതപ്പോൾ ഒരു ഉപ്പിലിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഓറഞ്ച് ഇപ്പം ഇങ്ങനെ ഫ്രഷായിട്ട് ഗാർഡനിൽ നിന്ന് അവിടുന്ന് പുറത്ത് യാർഡിൽ നിന്ന് പറിച്ചെടുത്തിട്ട് തോല് കളഞ്ഞ് മുറിച്ചതാണ്. 2 ഓറഞ്ചാണിത്. അപ്പം നമുക്കൊരു വെറുതെ സാധാരണ ഉപ്പിലിട്ട് ഉണ്ടാക്കണ മാതിരി കുറച്ച് കായപ്പൊടിയും, ഇത് കായത്തിൻ്റെ പൊടിയാണ്, കുറച്ച് കായപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പിടാം, ഉപ്പിൻ്റെ പൊടിയാണ്. കുറച്ച് ഉപ്പിട്ടു. കുറച്ച് മുളക് പൊടി ഇടാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിൽ. വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർക്കാം. ഉലുവപ്പൊടി പൊടിച്ചതുണ്ട് തോന്നുന്നു, നോക്കട്ടെ. ഇത് ഓഫ് ചെയ്തോളൂ. ഉലുവ പൊടിച്ചതുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചൊരു ഉലുവപ്പൊടി, അധികം കയ്പ്പാവണ്ട, കുറച്ച് ഒരു ഉലുവപ്പൊടി ഇടാം. കുറച്ച് ഉലുവപ്പൊടി ഇട്ടു. ഇനി വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് എരിവൊക്കെ ആഡ് ചെയ്യാം. എരിവൊന്നും വേണം തോന്നുന്നില്ല, കാരണം നല്ല കാണാനൊക്കെ നന്നായിട്ട്. ഇനി ഞാൻ ഇത്തിരി വേണമെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര ചേർക്കാം. നല്ല പുളിയുണ്ട്, ഒരു നുള്ള് പഞ്ചസാര ചേർത്തു. ഇനി വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. എന്തിനാ വെറുതെ എണ്ണ? വെളിച്ചെണ്ണ ഉണ്ട് ഇവിടെ, പക്ഷെ വെളിച്ചെണ്ണ ചേർക്കണോന്നുള്ളത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. വെളിച്ചെണ്ണ ചേർക്കണോ നോക്കുകയാണ് കേട്ടോ. വേണമെന്നില്ല ശരി, പക്ഷെ എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടാവും, പുളിയും എരിവും മധുരവും ചെറുതായിട്ടൊരു കറക്റ്റാ. വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. കാരണം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോഴേ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് കട്ട് ചെയ്യിപ്പോവും. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനൊന്നും ഉണ്ടാവും തോന്നണില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ട് കഴിച്ച് തീരും. അപ്പം ഇതേമാതിരി പെട്ടെന്ന് ഉണ്ടാക്കിയ പിക്കിള് നല്ല രസമാണ്. ഉപ്പിലിട്ടത് നല്ല രസത്തിൽ കഴിക്കാൻ, നല്ല ഫ്രഷാണ്. ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? നമ്മളിപ്പോ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ചോറ്, പിന്നെ നമ്മള് ബീട്രൂട്ടിന്റെ ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ ബീട്രൂട്ടിന്റെ ഇലയുടെ ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ വത്തക്കുഴമ്പ് ഉണ്ടാക്കി. പിന്നെ ഇതാണ് നമ്മളുടെ ബാക്ക് യാർഡിലെ ഓറഞ്ചിന്റെ പിക്കിള്. ഇത് ഫ്രഷ് 2 എണ്ണം പൊട്ടിച്ച് അപ്പം ഉണ്ടാക്കിയത് നമ്മള്. ഒന്ന് കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വത്തക്കുഴമ്പ് കുഴപ്പമില്ല, ഇളക്കുമ്പോ ഒരു കൊഴുപ്പൊക്കെ വന്നിട്ടുണ്ടോ അല്ലെ? ആ സാമ്പാർ പൊടി ഇട്ടുകൊണ്ടാണ് കൊഴുപ്പ് വന്നത്. അത്രേ ഉണ്ടാവുള്ളൂ, അത്രേ വരുള്ളൂ തോന്നണു. വത്തക്കുഴമ്പ് നമ്മൾ നാളികേരം ഒന്നും ചേർക്കണില്ലല്ലോ, പരിപ്പും ഇല്ല. ഇത് നല്ല ഓറഞ്ചിന്റെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഓറഞ്ചാണ്. അപ്പൊ അത് നല്ല എരിവും പുളിവും എല്ലാം കൂടെ നല്ലതായിരിക്കും. കഴിച്ചു നോക്കട്ടെ. നന്നായിട്ടുണ്ട്. നമ്മളെ കയ്പും ഉപ്പും പുളി എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. നന്നായിട്ടുണ്ട്. ഗുഡ്. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. പിന്നെ എന്താ വെച്ചാൽ നമ്മളിത് ഈ വത്തക്കുഴമ്പിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മള് കടിക്കുന്ന സമയത്ത് അതെല്ലാം കൊണ്ടാട്ടത്തിലേക്ക് ഉള്ളില് ഇതിന്റെ ഇതുണ്ടാവും, സത്തുണ്ടാവും. കുറച്ചു നേരം ഇരുന്നുണ്ടല്ലോ അത്. കൂടെ തൈരിന്റെ കൂടിയും രസം ഉണ്ടാവും അത്.